GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രിയൽ ഏരിയ, മുസഫ 13, അബുദാബി. നമസ്കാരം. GCC വാർത്തകൾ. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്താക്കുറിപ്പ് വ്യാജം എന്ന റിപ്പോർട്ട്. ഭക്ഷ്യ ഉൽപ്പന്ന ജനറൽ ട്രേഡിംഗ് മേഖലയിലെ ഇന്ത്യൻ കയറ്റുമതി വ്യാപാരികൾ UAE-യിൽ പ്രവർത്തിക്കുന്ന ചില കമ്പനികളുമായി ഇടപാട് നടത്തുമ്പോൾ ജാഗ്രത വേണം എന്ന രീതിയിലാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പേരിൽ വാർത്താക്കുറിപ്പ് പ്രചരിക്കുന്നത്. കരാർ ലംഘനം, സാധനങ്ങൾക്ക് പണം നൽകാതിരിക്കൽ എന്നിവ ഉൾപ്പെടെ നിരവധി തട്ടിപ്പുകളുടെ പേരിൽ UAE-യിലെ നിരവധി കമ്പനികൾ കേന്ദ്ര സർക്കാരിന്റെ കരിമ്പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നും ഇന്ത്യൻ കയറ്റുമതി വ്യവസായികളിൽ നിന്നും അന്താരാഷ്ട്ര വ്യാപാരികളിൽ നിന്നും ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കമ്പനികൾക്കെതിരെ നടപടിയെടുത്തതെന്നും ഈ സർക്കുലറിൽ പറയുന്നു. എന്നാൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമോ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റോ അത്തരമൊരു സർക്കുലർ ഇറക്കിയിട്ടില്ല എന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് വിശദീകരിച്ചു. സൗദി അറേബ്യയിലേക്കുള്ള വിസിറ്റ് വിസകളുടെ കാര്യത്തിൽ വീണ്ടും മാറ്റം വരുത്തി. സിംഗിൾ എൻട്രിയോ മൾട്ടിപ്പിൾ എൻട്രിയോ ഏത് വേണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിസ ആപ്ലിക്കേഷൻ പോർട്ടലിൽ നിന്ന് പൂർണ്ണമായും പിൻവലിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച മുതലാണ് പോർട്ടലിൽ നിന്നും ഈ ഓപ്ഷൻ കാണാതായത്. പകരം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഒരു അറിയിപ്പാണ്. വിസയുടെ കാലാവധി, സിംഗിൾ എൻട്രിയോ മൾട്ടിപ്പിൾ എൻട്രിയോ എന്നത്, സൗദിയിലെ താമസകാലം എന്നിവ വിസ സ്റ്റാമ്പിംഗ് സമയത്ത് അതത് രാജ്യങ്ങളിലെ സൗദി എംബസികൾ തീരുമാനിക്കും എന്നാണ് ആ അറിയിപ്പിൽ പറയുന്നത്. New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Musafa 13, Abu Dhabi. Call or WhatsApp 050-444-2423. ബഹ്റൈൻ തലസ്ഥാന നഗരി വികസിപ്പിക്കാൻ ഒരുങ്ങുന്നു. പാർക്കുകളും കടൽ തീരങ്ങളും തുടങ്ങി നഗരവീഥികളുടെ ഓരങ്ങളെയും മനാമ മാർക്കറ്റിനെ അടക്കം വരുന്ന 2 വർഷത്തിനുള്ളിൽ പുതുമോടി പിടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഗവർണറേറ്റ്. ദശലക്ഷക്കണക്കിന് ദിനാറിന്റെ പദ്ധതിയായ മനാമ നഗര നവീകരണം കഴിഞ്ഞ ദിവസം മനാമ ക്യാപിറ്റൽ ട്രസ്റ്റീസ് അതോറിറ്റിയിൽ നടന്ന ക്യാപിറ്റൽ ട്രസ്റ്റീസ് ബോർഡ് യോഗത്തിൽ മുനിസിപ്പാലിറ്റീസ് അഫയേഴ്സ് ആൻഡ് കൃഷി മന്ത്രാലയ പ്രോജക്ട് ഡയറക്ടർ മുഹമ്മദ് അലിയാണ് പ്രഖ്യാപിച്ചത്. അത്യാധുനിക സംവിധാനങ്ങളുടെ നവീകരണ പദ്ധതിയിൽ നടപ്പാകുന്നതോടെ മനാമ ഗവർണറേറ്റ് പുതുമയോടെ തിളങ്ങും. മികച്ച സൗകര്യങ്ങളുടെ തലസ്ഥാന ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെ GCC വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രിയൽ ഏരിയ, മുസഫ 13, അബുദാബി.